സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് പോയി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് അത് കണ്ടിട്ട് നമുക്ക് മേടിക്കാവുന്ന ഒരു സംവിധാനമാണ്. അതെപ്പോഴും ആളുകൾക്കൊരു ആനന്ദം. കാരണം വെച്ചാൽ അവരുടെ കയ്യിലുള്ള കാശ് അങ്ങോട്ട് പോകുമ്പോൾ അവർ കണ്ട് മനസ്സിലാക്കിയ സാധനം ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസും കൂടി കൊടുക്കുന്നുണ്ട്. ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അനവധി കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് ആണ് എങ്കിലും ധാരാളം സാധനങ്ങൾ, അതുപോലെ തന്നെ എത്ര കുക്കായിട്ട് ഷോപ്പ് ചെയ്യേണ്ടതാണെങ്കിലും അങ്ങനെ ഷോപ്പ് ചെയ്തിട്ട് പോകാവുന്ന ഒരു സംവിധാനവും സൂപ്പർ മാർക്കറ്റുകളിലുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചാണ് വേറൊരു അഡ്വാൻറ്റേജ്, അവർക്ക് ബജറ്റ് പ്രൊഡക്റ്റുകളും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ലോ ഇൻകം ആളുകൾക്ക് അല്ലെങ്കിൽ ലോ പ്രൈസ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കണമെങ്കിൽ അതും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സിനെയും ഉൾക്കൊള്ളാൻ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിന് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ കണ്ട് നോക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റ് എന്തായാലും ഒരു ഫ്യൂച്ചർ ഉള്ളത് തന്നെയാണ്. അത് നല്ല കേപ്പബിലിറ്റി ഉള്ള ആളുകൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് ഫോർമാറ്റ് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്.